ഉപ്പുമുളകിലെ കേശു വിവാഹിതനായി. ഈ ചെറിയ പ്രായത്തിലാണോ വിവാഹിതനായത്? വഴക്കുമായി കുടുംബവും. മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും. ബാലുവും നീലുവും മക്കളുമൊക്കെ അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ സാധാരണക്കാരായ വല്ലാതെ സ്വീകരിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരമ്പരയിലെ താരങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുകയാണ്. ഇനിയെങ്കിലും നല്ല രീതിയിൽ ഉപ്പുമുളകും മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും പുതുതായി വാലന്റൈൻസ് ഡേക്ക് ഉപ്പുമുളകും ടീം ഒരുക്കിയ എപ്പിസോഡിലാണ് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണം നടക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് താരങ്ങൾ പറഞ്ഞത്. പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് കേശു എന്ന കഥാപാത്രം അൽ സാബിത്ത് അവതരിപ്പിച്ചത്. ഇപ്പോൾ കേശു വളർന്നു വലുതായി വിവാഹം കഴിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലാണ് സമ്മാനങ്ങൾ രംഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിനുണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ്. വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തി. വാലന്റൈൻസ് ഡേക്ക് ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസിന് കേശു സമ്മാനവുമായി വരികയാണ്. വീട്ടിൽ ആരും അറിയാതെ കേശു തിരിച്ചും സമ്മാനം കൊടുത്തു. സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു. ഇത് രണ്ടും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു. രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇതിനിടെയാണ് കേശു മെർലിനെ വിവാഹം ചെയ്തുകൊണ്ട് വരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്ന കേശുവും മെർലിനുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കാവുകയാണ്. ഇതിനിടയിൽ വധുവിൻ്റെ വേഷത്തിൽ അലീന ഫ്രാൻസിസും എത്തുന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി. കേശു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഇങ്ങനെ വന്നതായി അലീന ഫ്രാൻസിസ് പറയുന്നു. എന്നാൽ ഇവൾ സമയം തെറ്റിയാണ് വന്നത് എന്നും രാവിലെ മെർലിനെ വിവാഹം കഴിക്കുകയും വൈകുന്നേരം അലീനയെ വിവാഹം കഴിക്കാൻ എന്ന് തീരുമാനിച്ചതായിരുന്നു എന്നും കേശു പറയുന്നു. ഇതോടെ രണ്ടുപേരും കേശുവിനെ കയ്യിൽ കിട്ടിയതെടുത്ത് അടിച്ച് ഓടിക്കുന്നു. സത്യത്തിൽ പാറക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു ഈ വിവാഹം. മുൻപും സമാനമായ രീതിയിൽ ഉപ്പുമുളകും കുട്ടികൾ വിവാഹിതരാകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 1000 എപ്പിസോഡ് പൂർത്തിയാക്കിയപ്പോഴാണ് ലച്ചു എന്ന കഥാപാത്രത്തിന്റെ വിവാഹം കഴിഞ്ഞത്. ആ രീതിയിൽ കഥ അധികം മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് മൂത്ത മകനായ വിഷ്ണു എന്ന മുടിയന്റെ വിവാഹവും കാണിച്ചിരുന്നു. എന്നാലും വളരെ രസകരമായ രീതിയിലാണ് ഈ കല്യാണം അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പുമുളകും എന്ന പരമ്പര ഇഷ്ടമാണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.